പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതൃ ക്യാമ്പ് വയനാട്ടിൽ നടക്കുകയാണ്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും മറ്റും വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഈ ക്യാമ്പ്. ഈ മാസം 15 സ്ഥാനാർത്ഥി നിർണയം ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നമുക്കിപ്പോൾ പല മണ്ഡലങ്ങളിലും പല ജില്ലകളും എടുത്തു നോക്കിയാൽ കോൺഗ്രസ് തലമുതിർന്ന നേതാക്കളെ പ്രചാരണത്തിൻ്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും നിയന്ത്രിക്കാനും ചുമതലപ്പെടുത്തുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം കാസർഗോഡ് ഉണ്ണിത്താൻ, അതുപോലെ തന്നെ കണ്ണൂർ സുധാകരൻ, കോഴിക്കോട് മുല്ലപ്പള്ളി, അങ്ങനെ ഓരോ ജില്ല, തൃശ്ശൂർ സുധീരൻ, അങ്ങനെ പല ആൾക്കാരും. പിന്നെ എറണാകുളം ജില്ലയിൽ സതീശനായിരിക്കും, ആലപ്പുഴയിൽ ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ. നമുക്ക് ഈ കോൺഗ്രസിൻ്റെ ഈ നീക്കത്തെ നമുക്ക് ഏത് തരത്തിൽ വിലയിരുത്താം? അതായത് ഇത് കോൺഗ്രസിൻ്റെ അണികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള അണികൾ, ഭരണമാറ്റം ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാർ നമ്മളോടൊക്കെ ഷെയർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ പേരുകളൊക്കെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതായത് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ തുഫൈൽ കുറച്ച് ഭാഗം വരെ പറഞ്ഞു. ഇപ്പോൾ കാസർഗോഡ് ഇപ്പം ആദ്യം നമുക്ക് തന്നെ പറയാം, ഭരണം കിട്ടും എന്ന രീതിയിലൊരു ഓവർ കോൺഫിഡൻസ് വേണ്ട എന്ന് നേതാക്കൾക്കിടയിൽ നിന്ന് രാഹുൽ ഗാന്ധി തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓവർ കോൺഫിഡൻസ് വേണ്ട. അതിൽ നമുക്ക് എടുത്തു പറയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇലക്ഷൻ പ്രചരണത്തിനായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇത് CPM മണത്തറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ കോൺഗ്രസിനിട്ട് കിട്ടാനുള്ള ഒരു വടി എന്ന രീതിയിൽ ഈ സ്വർണ്ണക്കൊള്ള സോണിയാഗാന്ധിയിലേക്ക് എത്തിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അന്വേഷണത്തിന് ഒരു 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 പുകമറ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. കാര്യം കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് AICCയിൽ പിന്നെ സോണിയാഗാന്ധിയെ പോലെ ഒരു പിന്നെ നെഹ്റു കുടുംബത്തിൻ്റെ മരുമകൾ അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസിനെ വെട്ടാൻ വേണ്ടിയുള്ള CPMൻ്റെ ഏറ്റവും വലിയൊരു ഗൂഢതന്ത്രമാണ്. കാര്യം ഈ അന്വേഷണം വെറുതെ ഇങ്ങനെ 10 പേര് പറഞ്ഞാലും അത് വേണമെങ്കിൽ ചാർത്തപ്പെടാം. ഏതായാലും സോണിയാഗാന്ധിക്ക് ഇങ്ങനെ ഈ ആരോപണം വരുന്ന ഈ അവസരത്തിൽ തന്നെ പ്രിയങ്ക വയനാട്ടിലത്തെ MP ആണ്. പ്രിയങ്കയ്ക്ക് വടക്കൻ മലബാർ മേഖലയിലും ഇങ്ങേയറ്റം സംസ്ഥാനത്തുടനീളവും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി, കാര്യം അദ്ദേഹം പഴയ MP ആണ് വയനാട്ടിലെ രാഹുൽ ഗാന്ധി. അപ്പോൾ അദ്ദേഹത്തിനും ഇവിടെ വരാൻ രണ്ടുപേർക്ക് റൈറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു വെറുതെ അവർ കൊണ്ട് ഇറക്കിയതല്ല എന്ന്. അപ്പോൾ അദ്ദേഹത്തെ അവർ രണ്ടുപേരെയും മുന്നിൽ ഇറക്കണമെന്നൊരു ആവശ്യവും പാർട്ടിക്കകത്ത് കെ.സി. വേണുഗോപാൽ ഇതിനോടകം തന്നെ AICCയെ അറിയിച്ചു കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. പിന്നെ സോണിയാഗാന്ധിക്കെതിരെ ഈ ഉയർന്നിരിക്കുന്ന ആരോപണം മുതിർന്ന നേതാക്കൾ ഇതുവരെ അത് ഏറ്റുപിടിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ നേതാക്കളൊക്കെ മാധ്യമങ്ങളെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മുരളീധരൻ പറഞ്ഞത് തലയിൽ തളം വയ്ക്കണം അങ്ങനെ പറഞ്ഞവർക്ക് എന്നൊക്കെ തമാശ രൂപേണ പറഞ്ഞു. ഏതായാലും AICCയുടെ മുതിർന്ന നേതൃത്വം അത് ഏറ്റെടുക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതിനെതിരെ അവർ മറുപടി കാര്യം കേരളം പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കിതിൽ പറയാനുള്ളത്, എവിടെയൊക്കെ ഏതൊക്കെ ജില്ലകളിൽ ആരെയൊക്കെ പ്രചരണ രംഗത്ത് ഇറക്കിയാൽ, സ്ഥാനാർത്ഥി നിർണയ പോലെ തന്നെ ആരെയൊക്കെ ഇറക്കിയാൽ അത് ഈ ഭരണവിരുദ്ധ വികാരമായി പൊതുജനങ്ങളുടെ, കാര്യം ആൾറെഡി ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് CPM ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വേള ഭരണത്തിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ സംഘടന, പാർട്ടി ഈ CPM എന്ന് പറയുന്ന പാർട്ടി സംഘടന തകർന്നു പോകുമെന്ന് പാർട്ടിയിലെ സാധാരണ അണികൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് തന്നെ ഇടതുപക്ഷ അനുഭാവികളും CPMകാരും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനെ, കാര്യം കടുത്ത CPM വിരോധമുള്ള ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് കുറച്ച് ആളെ കൂട്ടാനും പ്രസംഗിക്കാനും ഒക്കെ കഴിവുള്ള ഒരാൾ തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഉണ്ണിത്താനെ ഇലക്ഷൻ പ്രചരണ രംഗത്ത് ഇറക്കണമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ്, അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം വിട്ട് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. ഇപ്പം കാസർഗോഡ് ഒരു MP എന്ന രീതിയിലും ശേഷം നേതാക്കളൊക്കെ തന്നെ ഈ സെക്കൻഡ് ഗ്രേഡ് നേതാക്കളെ സംബന്ധിച്ച് ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്നു വരില്ല. അതുപോലെ CPMനെ കടന്നാക്രമിക്കാൻ പറ്റിയവരെ ഇറക്കിയാലേ ഇനി കാര്യമുള്ളൂ. കാര്യം CPM എത്ര കണ്ട് കോൺഗ്രസിനെ വിരോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അതിന് അതേ നാണയത്തിൽ തിരിച്ച് കോൺഗ്രസ് നേരിടണം. അപ്പോൾ രണ്ടാമത് കണ്ണൂർ കെ സുധാകരന് മത്സരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹം മത്സരിക്കണമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഇളവ് AICC സതീശൻ സുധാകരൻ വെട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം MP നിയമസഭയിൽ മത്സരിക്കേണ്ടെന്ന് അത് മുരളീധരനും പറയുന്നുണ്ടെങ്കിലും സുധാകരനെ സംബന്ധിച്ച് സുധാകരന്റെ KPCC പ്രസിഡന്റ് സ്ഥാനം പോയപ്പോൾ ഒരു ഉടമ്പടി എന്തോ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് മത്സരിക്കാനൊരു അവസരം കേരളത്തിൽ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് ആദ്യമേ തന്നെ AICC നേതൃത്വത്തോട് അറിയിച്ചതായി അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന അണികളും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മന്ത്രിയായാൽ മതി, അദ്ദേഹത്തിന് ഇനിയിപ്പം മുഖ്യമന്ത്രി ആകാനൊന്നും അങ്ങനെയുള്ളൊരു ഇതൊന്നും അദ്ദേഹം ഉന്നയിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സുധാകരനെ കണ്ണൂർ ഇറക്കുന്നതിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. അദ്ദേഹം MP ആയിരുന്നു കൊണ്ട് തന്നെയാണെങ്കിലും അല്ലെങ്കിൽ MLA ആകാൻ മത്സരിച്ചാലും
അദ്ദേഹവും റെജിൽ മാക്കുറ്റിയും അവിടെ ഇറങ്ങിയാൽ, റെജിൽ മാക്കുറ്റി ഇപ്പൊ ജയിച്ചിട്ടുണ്ട്, അതെ. ഏതായാലും റെജിൽ മാക്കുറ്റിക്ക് ആദ്യ കടലായി വാർഡ് അതെ. കണ്ണൂർ കോർപ്പറേഷൻ. അതെ, ഏതായാലും അദ്ദേഹത്തിനും വീണ്ടും ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ സാധ്യതയുണ്ട്. റെജിൽ മാക്കുറ്റിയും ചിലപ്പോൾ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കണ്ണൂർ പ്രചാരണത്തിന് ഇറങ്ങുകയാണെങ്കിൽ കണ്ണൂരത്തെ നേതൃത്വത്തിന്, കോൺഗ്രസ് നേതൃത്വത്തിന്, കോൺഗ്രസിലെ അണികൾക്ക് കാര്യം ഒരു നല്ല ഇത് തന്നെയാകും. കാര്യം കെ സുധാകരൻ മത്സരിക്കുന്നതിന് എവിടെയാണ് എന്നും കൂടെ മത്സരിക്കുകയാണെങ്കിൽ ധർമ്മടമാണോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആണോ എന്നൊക്കെയുള്ള ഒരു ഇതാണ് ഒരു തീരുമാനം. ഇനി പാർട്ടിയാണ് തീരുമാനം. അദ്ദേഹം മത്സരിച്ചില്ലെങ്കിലും അദ്ദേഹത്തെ കണ്ണൂർ ഇറക്കിയാൽ അത് നല്ലതാകും. പിന്നെ അടുത്ത് നമുക്ക് വടകര ഷാഫി അവിടുത്തെ MP ആണ്. അത് മാത്രമല്ല കോഴിക്കോട്, കണ്ണൂർ, പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം ഇങ്ങനെ എല്ലായിടത്തും തന്നെ ഷാഫിയെ ഇറക്കി ഷാഫിക്കുള്ള ഒരു ഹോൾഡ് അവർ മുതലാക്കാൻ തന്നെ അവർ തീരുമാനിക്കും. അങ്ങനെ ഒരു തീരുമാനം ഷാഫി വരും. പിന്നെ വടകര തന്നെ അല്ലാതെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. കോഴിക്കോട് അദ്ദേഹത്തിന്, നാദാപുരത്തോ മറ്റോ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ടെന്ന് പറയും. ഏതായാലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ വടകര, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, എന്തിന് ആ മേഖല, വടക്കൻ മലബാർ മേഖല ഷാഫിയെ മുന്നിൽ നിർത്തി തന്നെ കോൺഗ്രസ് ഒരു നീക്കവും നടത്തും, അത് ഉറപ്പാണ്. അതിനുശേഷം നമുക്ക് പറയുന്നത് തൃശ്ശൂർ, ഇപ്പോൾ കെ മുരളീധരൻ്റെ സ്വന്തം തട്ടകമാണ്. കെ മുരളീധരൻ ഇപ്പോൾ തിരുവനന്തപുരത്താണുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നെങ്കിലും കെ മുരളീധരനെയും അവിടെ തൃശ്ശൂർ. പക്ഷെ ഒരു അല്പസമയം മുമ്പേ VM സുധീറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചായിരുന്നു. പുള്ളി ഇട്ടത് എനിക്കൊന്ന് 2 മണിക്കൂറായിട്ടുണ്ടോ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട്. അപ്പോൾ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പാർലമെന്ററി രംഗത്ത് നിന്ന് ഞാൻ വിട്ടുനിൽക്കുമെന്നത് ഞാൻ നേരത്തെ എടുത്ത തീരുമാനമാണ്, അതിൽ മാറ്റമില്ല. പലരും എന്നെ കണ്ട് നിർബന്ധിക്കുന്നുണ്ട് വീണ്ടും മത്സരിക്കണമെന്ന്, പക്ഷേ ഞാൻ മത്സരരംഗത്തുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അല്ല, ഏതായാലും അദ്ദേഹം മണലൂർ മത്സരിക്കണം എന്ന് പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞതായി പറയുന്നുണ്ട്. ചിലപ്പോൾ ഇനി അദ്ദേഹം മാറുന്നത് വേറെ രമേശിനെ പോലെയുള്ള VD പോലെയുള്ള മറ്റുള്ളവർക്ക് മന്ത്രി പദവിയും മുഖ്യമന്ത്രി പദവിയും അപ്പോൾ അദ്ദേഹം ഒരു സീനിയറാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ പിന്നെ മറ്റൊരു മന്ത്രിയായി ഇവരുടെ കീഴിൽ ഇരിക്കാനുള്ള താല്പര്യക്കുറവ് പിന്നെ ഭരണം വരികയാണെങ്കിൽ ഉണ്ടാകേണ്ട എന്ന് കരുതി കൂടുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകത്തിൽ അദ്ദേഹത്തിനെ പ്രസംഗിക്കാനൊക്കെ ഇലക്ഷൻ പ്രചരണത്തിന് കൊണ്ടുപോയാൽ അത് കോൺഗ്രസിനൊരു വലിയ ഇതാവും, ഒരു മുതൽക്കൂട്ടാവും അദ്ദേഹം സംസാരിക്കും. കാര്യം ഇതിനകത്ത് മറന്നുപോകാൻ പാടില്ല, ഈ 5 കൊല്ലം 10 കൊല്ലം ഇവിടെ CPM ഭരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള സകല ക്രമക്കേടുകളും ഒന്നിനൊന്നായി ജനങ്ങളെ ഓർമ്മപ്പെടുത്തണം. പ്രസംഗത്തിൽ മാത്രമല്ല, ഒരു വലിയ ക്യാമ്പയിൻ വർക്ക് അവർക്ക് നടത്തേണ്ടി വരും. കഴിഞ്ഞ 10 വർഷമായി പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരിക്കുന്ന നിരവധി വിപത്തുകളുണ്ട്, ജനം മറന്നുപോകും. അതിനെ ഓർമ്മിപ്പിക്കുക എന്നുള്ള ഒരു കടമ ഈ നേതാക്കൾക്കും കോൺഗ്രസിന് വേണ്ടി അവർ ഇറക്കുന്ന PR-നും ചെയ്യേണ്ടി വരും. കാര്യം ഈ പറയുന്ന പോലെ അത് ജനം മറന്നുപോകും. കേരളത്തിൽ ഇന്നലെ നടന്ന കാര്യം ഇന്ന് മറന്നുപോകുന്ന ജനതയാണ്. CPM-നെ സംബന്ധിച്ച് അവർ പുതിയ കാര്യങ്ങൾ, പിന്നെ ഇത്രയും ലക്ഷം പേർക്ക് പെൻഷൻ കൂട്ടിക്കൊടുത്ത കാര്യങ്ങൾ അവരെ കൊണ്ടേ കഴിയുള്ളൂ എന്ന രീതിയിലൊക്കെയുള്ള കമൻറ്റ് വരും. അപ്പോൾ ഇവിടെ തൃശ്ശൂർ നമ്മൾ വീണ്ടും വിഷയത്തിലേക്ക് പോകുമ്പോൾ മുരളീധരന് പുറമെ VM സുധീരനെ പ്രസംഗിപ്പിക്കാം, TN പ്രതാപനെ ഇറക്കാം. ഇവരെല്ലാം കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ ഇറക്കി പ്രചരണം നടത്തിയാൽ അതൊരു വിജയമായി മാറാൻ സാധ്യതയുണ്ട്. പാലക്കാട് നമുക്ക് ഇത്തരത്തിലാണ് ശ്രീകണ്ഠൻ, VK ശ്രീകണ്ഠൻ MP, അതുപോലെ സന്ദീപ് വാര്യർ, ഇവരെയൊക്കെ മുന്നിൽ നിർത്തി അവർക്ക് ഒരുപാട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിയും. പാലക്കാടും ഒക്കെ BJP-യുടെ കയ്യിൽ നിന്ന് ഇപ്പം മാങ്കൂട്ടത്തിന് കിട്ടിയെങ്കിലും അത് തിരികെ പിടിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഒരു ആവശ്യം കൂടെയാണ്. CPM ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ CPM-ന് MLA-മാർ നിരവധിയുള്ള സ്ഥലങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു വർക്ക്. പിന്നെ നമുക്ക് എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ DCC പ്രസിഡന്റ് ഇപ്പോഴത്തെ ഷിയാസ്, പിന്നെ നമ്മുടെ VD സതീശനൊക്കെ രംഗത്തിറങ്ങിയാലും ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റും. ആലപ്പുഴയിലാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമാണ്, രമേശ് ചെന്നിത്തലയ്ക്ക് ഇറങ്ങാം. അപ്പോൾ അവിടെയും ആ രീതിയിൽ രമേശും പിന്നെ ഈ പറയുന്ന അവിടുത്തെ ഷുക്കൂറൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരില്ല, അങ്ങനെ നിരവധി പേരുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് നോക്കാവുന്ന. പിന്നെ അരിത എന്ന് പറയുന്ന ഒരു വനിതാ നേതാവുണ്ടല്ലോ, അരിത ബാബു, അവരെയൊക്കെ കായംകുളം, അവരെയൊക്കെ രംഗത്ത് ഇറക്കിയാൽ അവർ കുറച്ച് വോട്ടിനം കണ്ടാണ് കഴിഞ്ഞ തവണ തോറ്റുപോയത്. അങ്ങനെ നിരവധി യുവ നേതാക്കളെ ഇറക്കിയാലും അവിടെ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അവർക്ക് ജനങ്ങളിൽ ഈ ഇത്ര നീണ്ട കാലത്തെ ഭരണത്തിൻ്റെ വിപത്തുകൾ ഒന്നൊന്നായി നല്ല രീതിയിൽ ജനങ്ങളുടെ മുന്നിലേക്ക് അത് റിമംബറൻസ് കൊണ്ടുവരേണ്ടത് ഈ നേതാക്കളുടെ ബാധ്യതയാണ്. പിന്നെ കോട്ടയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരാൾ അതേവിടെ മത്സരിക്കുകയും ചെയ്യും. പിന്നെ ചാണ്ടി ഉമ്മനെ അവർക്ക് ഉപയോഗപ്പെടുത്താം. ചാണ്ടി ഉമ്മൻ എന്ന യുവ നേതാവ് ചിലപ്പോൾ ഒരു വേള അദ്ദേഹം UDF വരികയാണെങ്കിൽ മന്ത്രിയാകാൻ വരെ സാധ്യതയുള്ള ഒരു യുവ നേതാവാണ് ചാണ്ടി ഉമ്മൻ, വലിയ നേതാവിൻ്റെ മകൻ. പിന്നെ പത്തനംതിട്ടയിൽ നിരവധി പിന്നെ നമ്മുടെ അബിൻ വർക്കി, ആന്റോ ആന്റണിയെക്കാളും എന്തുകൊണ്ടും അബിൻ വർക്കിയൊക്കെ യുവാക്കളെ കൂടുതൽ രംഗത്തിറക്കി ഒരു ക്യാമ്പയിൻ നല്ല രീതിയിൽ. ഇപ്പോൾ മാങ്കൂട്ടത്തിനൊരു പിഴവ് പറ്റിയെങ്കിൽ VT ബൽറാം തൃശ്ശൂർ ഇറക്കാം അവർക്ക്.
ഈ പറയുന്ന പോലെ പാലക്കാടടക്കം ഈ എം പി രാജേഷ് തോപ്പിച്ച ആളാണ്. അപ്പോൾ വി ടി ബൽറാമിനെ കൊണ്ടുവരാം. അങ്ങനെ കോൺഗ്രസ്സിൽ യുവമുഖങ്ങളെ നിരവധി പേരെ, കൊല്ലത്താണെങ്കിൽ ഈ പറയുന്ന മഹേഷിനെ, സി ആർ മഹേഷ് വളരെ വ്യക്തിത്വമുള്ളൊരു നേതാവാണ്. പിന്നെ വിഷ്ണുനാഥിനെ ചാർജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ UDF തന്നെ ഷിബു ബേബി ജോൺ നന്നായിട്ട് പ്രാസംഗികനാണ്, ഓരോന്ന് പറയാനൊക്കെ മിടുക്കനായ ഒരു നേതാവാണ്. ഇങ്ങനെ പിന്നീട് തിരുവനന്തപുരത്തേക്ക് നമ്മൾ വരുമ്പോൾ തിരുവനന്തപുരത്ത് ഈ കെ മുരളീധരൻ തന്നെ നിറഞ്ഞു നിൽക്കാനാണ് സാധ്യത. അദ്ദേഹം വട്ടിയൂർക്കാവ് തന്നെ മത്സരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ്സിന് അവർക്ക് എങ്ങനെ ജനത്തെ ഈ ഭരണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും എന്നുള്ള ഭാഗത്ത് വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ CPMന്റെ മറ്റ് നിഗൂഢ പദ്ധതികളെ അതിലൂടെ അവർക്ക് ഓവർകം ചെയ്യാൻ കഴിയും. CPM തയ്യാറാക്കുന്ന പല പ്ലാനുകളുണ്ട്. അത് നമ്മൾ പറഞ്ഞ പോലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇപ്പോൾ സോണിയാഗാന്ധിയിൽ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ അതെല്ലാം മനഃപൂർവ്വം ഇവർ ഉണ്ടാക്കുന്നതാണ്. ഇനിയിപ്പോൾ തിരിച്ച് ഇവർക്ക് പറ്റാൻ നിരവധി കാര്യങ്ങളുണ്ട്. 60 ദിവസം കഴിയുമ്പോൾ ഈ SIT അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ കൊടുത്തില്ലെങ്കിൽ ഇവർക്കെല്ലാം ജാമ്യം കിട്ടും. അതും ഈ സർക്കാരിനെതിരെ ആരോപണത്തിന് ഒരു മുൾമുനയിൽ ഇവർക്ക് നിർത്താൻ പറ്റും. നിരവധി വിഷയങ്ങൾ തിരിച്ചു പറയാൻ പറ്റും. അതുപോലെ തന്നെ കോൺഗ്രസിനെ പൂട്ടാനും CPMന്റെ കയ്യിൽ നിരവധി വിഷയങ്ങൾ. ഈ വെള്ളാപ്പള്ളി ആരുടെ നാവാറ്റ് പറയുന്നത് എന്നുള്ളതും പറയാം. കാര്യം CPMന് കിട്ടിയിരുന്ന നിഷ്പക്ഷ വോട്ടുകളായ SNDP NSS വോട്ട് തീർച്ചയായിട്ടും എങ്ങോട്ട് ചായണം എന്ന് കരുതിയിരിക്കുന്നു. അത് പിടിച്ച് തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം കോൺഗ്രസിലേക്ക്, നിഷ്പക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് SNDP NSS കമ്മ്യൂണിറ്റിയുടെ അവിടെയാണ്. പിന്നെ ഇവർക്ക് മുസ്ലിം ലീഗിൻ്റെയും ന്യൂനപക്ഷങ്ങളുടെയും നല്ല പിന്തുണ ഇപ്പോൾ UDFനുണ്ട്. അതുകൂടെ മുതലാക്കിയാൽ ഇവരുടെ ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇവരെ CPMനെ തോൽപ്പിക്കാൻ കഴിയും, അതായത് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് അവരുടെ അവരുടെമായിട്ടുള്ള നമ്മൾ നിരവധി പേരുമായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞൊരു സജഷൻ കൂടെയാണ് നാം ഇപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് നമുക്ക് പറയാനുള്ളത്.